രാത്രിയത്തെ ചോറ് കഞ്ഞെല്ലാം കൂടി കഴിയുമ്പോൾ എൻ്റെ വയറ് ഒന്നും കൂടി ബുംന്നാകും കേട്ടോ. അങ്ങനെ രാത്രിയത്തെ ഊണൊക്കെ കഴിഞ്ഞ് രാത്രിയത്തെ അത്താഴമൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് പറയാണ്, മാറ് ഞാൻ കഴുകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്നെ പയ്യെ തള്ളി മാറ്റിയതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ നമുക്ക് പാത്രം കഴുകൽ മാത്രമല്ലല്ലോ, പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറേ അൽക്കുലത്ത് കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എടുത്തതെല്ലാം തിരിച്ചെടുത്ത് വെച്ച് നമ്മുടെ സ്റ്റൗ ഇരുന്ന സ്ഥലമൊക്കെ നന്നായിട്ട് സ്ലാബിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ഒന്ന് തേച്ച് കഴുകി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് തുടച്ചു വിട്ട് കഴിയുമ്പോഴത്തേനും ഞാൻ തലേദിവസമല്ല അന്ന് വൈകുന്നേരം കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വേപ്പില കാര്യങ്ങളൊക്കെ അന്നമോള് നോക്കിക്കോളും. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഞാനാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ കടല നമുക്ക് വെള്ളത്തിലിടാനുണ്ട്. പിറ്റേ ദിവസത്തേക്ക് പുട്ടും കടലയും എന്നൊരു പദ്ധതിയാണ്. അപ്പോൾ കടലയൊക്കെ വെള്ളത്തിലിട്ട് ഞാനും കുറച്ച് വെള്ളവും കുടിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. ഉറങ്ങണതിന് ഉപ്പാട് ഈ ടാബ്ലറ്റ് എന്തായാലും കഴിക്കണം. പലപ്പോഴും ഞാൻ രാത്രിയാണ് അയണും കാൽസ്യവും കഴിക്കുക. അതാണ് എനിക്ക് സൗകര്യം. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോവുക.